ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല, ഇസ്ലാം ആൻഡ് ഹിന്ദുയിസം ഔട്ട്. സൗത്ത് കൊറിയയിൽ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന പല ഫ്ലക്സുകളിലും പ്ലക്കാർഡുകളിലും പോസ്റ്ററുകളിലും ഒക്കെ ഇത്തരം വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ സൗത്ത് കൊറിയക്കാർക്ക് നമ്മൾ ഇന്ത്യക്കാരോട് വലിയ വെറുപ്പാണോ? ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സൗത്ത് കൊറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പലരും ചർച്ച ചെയ്യാൻ തന്നെ കാരണമായിട്ടുള്ള ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറയുന്നത് BTS എന്ന് പറയുന്ന ബാൻഡാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലാണെങ്കിലും ഒക്കെ തന്നെയും ഒരുപാടധികം ആരാധകർ, ഒരുപാടധികം ഫാൻസ് BTSനുണ്ട്. പലപ്പോഴും നമ്മൾ പല വാർത്തകളിലും അതിനെക്കുറിച്ചൊക്കെ തന്നെയും കാണാറുണ്ട്. കേരളത്തിൽ നിന്ന് പോലും BTSനെ കാണാൻ വേണ്ടി സൗത്ത് കൊറിയയിലേക്ക് ഒളിച്ചോടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ചില കുട്ടികളോട് എങ്ങോട്ടേക്ക് പോകാനാണ്, എന്താകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ച അവസരത്തിൽ അവർ പറഞ്ഞൊരു മറുപടി പോലും, ഞങ്ങൾക്ക് സൗത്ത് കൊറിയയിലേക്ക് പോകണം, BTSനെ കാണണം, ഞങ്ങൾ BTS ആർമിയാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ BTSനോടുള്ള ആരാധന മൂത്തുകൊണ്ട് സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് നേരെ സൗത്ത് കൊറിയയിലേക്ക് വണ്ടി കയറാൻ വരട്ടെ. ഈ പല സൗത്ത് കൊറിയക്കാർക്കും ഇന്ത്യക്കാരോടുള്ള സമീപനം അത്ര നല്ലതല്ല എന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ഈ BTSന് എന്താണ് സംഭവിച്ചത്? അവരുടെ പുതിയ ആൽബംസ് ഒന്നും ഇപ്പോൾ ഇറങ്ങാറില്ലല്ലോ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. 2022 ജൂൺ മാസത്തിലാണ് BTS അവരുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളെല്ലാം തന്നെ നിർത്തുകയാണ് എന്നൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം BTS പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ടോ എന്നാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, BTS ഒരു ഇടവേളയിലാണ്, ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. എങ്കിൽ കൂടെയും സോളോ പ്രൊജക്റ്റുകളൊക്കെ തന്നെ വരുമെന്ന കാര്യം കൂടെ അവർ മുൻപേ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ട് BTS ഇത്തരത്തിലൊരു ബ്രേക്ക് എടുത്തു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികളൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മിലിറ്ററി സർവീസാണ്. സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് നിർബന്ധിത സൈനിക സേവനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് BTSലെ അംഗങ്ങൾ മിലിറ്ററിയിലേക്ക് അല്ലെങ്കിൽ ആർമിയിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികൾക്കൊക്കെ തന്നെയും അവർ തൽക്കാലത്തേക്ക് ഒരു ഇടവേള നൽകിയിട്ടുള്ളത്, ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി BTS വീണ്ടും തിരിച്ചു വരുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ BTS തിരിച്ചു വരും. 2025 ഈ ഒരു സൈനിക സേവനമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചെത്തുന്നതോട് കൂടിയിട്ട് വീണ്ടും ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലേക്ക് BTS കടക്കുന്നതായിരിക്കും എന്നാണ് അവർ ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇനി സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇന്ത്യക്കാർക്ക് എന്താണ് പ്രശ്നം? ഇന്ത്യക്കാരോട് വലിയ തോതിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ തന്നെയാണോ സൗത്ത് കൊറിയക്കാർക്കുള്ളത്? എന്താണ് അതിൻ്റെ കാരണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഈ അടുത്ത കാലത്തായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ ഇന്ത്യക്കാരിയായിട്ടുള്ള സൗത്ത് കൊറിയയിൽ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയുടെ ഇൻ്റർവ്യൂ ഒക്കെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ചെറിയ കുട്ടികൾ പോലും ഞാൻ അവരെ തൊടുന്നത് വലിയ തോതിൽ തന്നെ വെറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. എങ്ങാനും ഈ ടീച്ചർ കുട്ടികളെ തൊടുന്ന അവസരത്തിൽ കുട്ടികളുടെ ദേഹത്ത് അഴുക്കാകുമെന്നൊരു ചിന്ത ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിൽ പോലും ഉണ്ട് എന്നൊരു കാര്യം കൊണ്ടാണ് അത്തരത്തിൽ അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യക്കാരുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു സ്കിൻ ടോണാണ്. പക്ഷേ അതിനോട് അത്ര വലിയ താല്പര്യം കാണിക്കുന്ന ആളുകളല്ല സൗത്ത് കൊറിയക്കാരായിട്ടുള്ള ആളുകൾ. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഈ ഒരു സ്കിൻ ടോണ് ഒരു അഴുക്കായിട്ട് അല്ലെങ്കിൽ ഒരു മോശം സംഭവമായിട്ട് തന്നെയാണ് സൗത്ത് കൊറിയയിലെ പല ആളുകളും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സൗത്ത് കൊറിയക്കാരെല്ലാം അതുപോലെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇന്നും ഇത്തരത്തിലുള്ള പല തോട്ടുകളും വെച്ച് നടക്കുന്നവർ തന്നെയാണ്. അത് പഴയ കാലം മുതൽക്കേ തന്നെ ഈ ആളുകളുടെ മനസ്സിൽ അങ്ങനെ കയറി കൂടിയിട്ടുള്ള ചിന്തയാണ്. നമ്മൾ പറയുമല്ലോ, കറുപ്പ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടും അതുപോലെ തന്നെ വെളുപ്പ് എന്ന് പറയുന്നതിനെ വളരെ നല്ലതായിട്ടും നമുക്ക് കാണുന്ന ആളുകളുണ്ടെന്ന്. ഏറെക്കുറെ അതുപോലൊരു ചിന്തയൊക്കെ തന്നെയാണ് പല സൗത്ത് കൊറിയക്കാരുടെ മനസ്സിലും ഇന്നും ഉള്ളത്. ഈ ഇന്ത്യക്കാരോടുള്ള സൗത്ത് കൊറിയക്കാരുടെ സമീപനത്തെ കൂടുതലും പുറം ലോകം അറിയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ചർച്ച ചെയ്യാൻ വിധേയമായിട്ടുള്ള കാരണമായിട്ടുള്ളത് സബ്റ്റിൽ ക്രേസി കൊറിയൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ചില വീഡിയോകളിലൂടെയാണ്. ഏറെക്കാലമായിട്ട് സൗത്ത് കൊറിയയിൽ ജീവിക്കുന്ന, താമസിക്കുന്ന, അതുപോലെ തന്നെ ഒരു സൗത്ത് കൊറിയക്കാരിയെ വിവാഹം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സൗത്ത് കൊറിയയിലെ വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെയും അദ്ദേഹം തൻ്റെ വീഡിയോകളിലൂടെ പുറം ലോകത്തോട് പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു പബ്ബിൽ പോവുകയുണ്ടായി. സിയോളിൽ തന്നെയുള്ള ഒരു പബ്ബിലാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവസരത്തിൽ പബ്ബിന് പുറം ഭാഗത്തായിട്ടൊരു ബോർഡ് വെച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിൽ പ്രധാനമായിട്ടും എഴുതിയിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്നതായിരുന്നു. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നോക്കുകയാണെങ്കിൽ, പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നില്ല, അതിനാൽ അവർക്ക് പ്രവേശനമില്ല എന്നതാണ്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം ആ പബ്ബിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ബൗൺസേഴ്സ് അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്, അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്.
ഈ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു, അത് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പബിന് മുമ്പിലുള്ള അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇന്ത്യക്കാർക്ക് പ്രവേശിക്കുന്നതിനൊന്നും പ്രശ്നങ്ങളില്ല എന്ന നിലയിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ വലിയ തോതിൽ തന്നെ വൈറലാവുകയാണ്. സൗത്ത് കൊറിയക്കാരുടെ ഇന്ത്യക്കാരോടുള്ള സമീപനത്തെക്കുറിച്ച് ആളുകൾ ഒരുപോലെ ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. സൗത്ത് കൊറിയക്കകത്ത് ഇന്ത്യക്കാർ റേസിസം നേരിടുന്നുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും വലിയ തോതിൽ നിന്ന് ചർച്ചാ വിഷയമാവുകയാണ്, ചർച്ചകൾക്ക് വിധേയമാവുകയാണ്. ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ വലിയ തോതിൽ സൗത്ത് കൊറിയക്കകത്ത് ഇന്ത്യക്കാരാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളാണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം ജനതയാണെങ്കിൽ പോലും സൗത്ത് കൊറിയക്കാരാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ അവിടെ അവർ നേരിടുന്ന വിവേചനത്തിന്റെ കാരണം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്, ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതിയാണ്. സൗത്ത് കൊറിയയിലെ ഒരു തടിച്ച വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യമാണ് എന്നൊക്കെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ആളുകളൊക്കെ തന്നെയും തടിച്ച ആളുകൾ അവിടെ വെറുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശാരീരിക പ്രകൃതിയോട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പുണ്ട്. മാത്രമല്ല എല്ലാവരും ഇത്തരത്തിൽ തടിച്ച ആളുകളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കും, വളരെ മോശമായിട്ടാണ് അവരതിനെ കാണുന്നത്, തടി കൂടിയതിനെ കാണുന്നത്. ഒരു കാരണവശാലും ഈ തടി കൂടിയിട്ടുള്ള ആളുകൾക്ക് ഗേൾ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ ഒരു ഇണയെയോ ഒന്നും തന്നെ കിട്ടാത്തൊരവസ്ഥ കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പലയിടത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം ഒരു ജോലി കിട്ടുന്ന കാര്യത്തിൽ പോലും വലിയ തോതിൽ മാനദണ്ഡമായിട്ട് പോലും അവിടെ മാറുന്നുണ്ട്. അതായത് ഒരു വ്യക്തി എല്ലാ നിലക്കും ഒരു ജോലിക്ക് ആപ്റ്റാണ് അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ പോലും മതിയായ സൗന്ദര്യം അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അയാൾ ആ ജോലിക്ക് എടുക്കാത്ത നിലയിലൊക്കെ തന്നെയാണ് സൗത്ത് കൊറിയയിലെ പല കമ്പനികളിലും അല്ലെങ്കിൽ പല ജോലികളുടെയും അവസ്ഥകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രികളിൽ ഇന്ന് ഏറ്റവും അധികം ആത്മഹത്യകളുള്ളൊരു രാജ്യമായിട്ട് പോലും സൗത്ത് കൊറിയ മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് അക്കാദമിക് സ്ട്രെസ്, അതുപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ എന്ന കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പഠനങ്ങൾ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ബോഡി ഇമേജ് എന്നുള്ളതാണ്. അതായത് സ്വന്തം ശാരീരിക പ്രകൃതിയോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്ത ആളുകളൊക്കെ തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് സൗത്ത് കൊറിയയിൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷേ സൗത്ത് കൊറിയയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവർ സൗന്ദര്യത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് സൗന്ദര്യമില്ലാത്തവരെ വലിയ തോതിൽ തന്നെ അവർ മാറ്റി നിർത്തുന്നുണ്ട്. ഒരു വിവേചനം പോലും അവരവിടെ കാണിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ടാണ് മതിയായ സൗന്ദര്യം തനിക്കില്ല എന്ന തോന്നൽ കൊണ്ട് പോലും ആളുകൾ അവിടെ ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് സൗത്ത് കൊറിയയിൽ ലോകത്തിൽ ഏറ്റവും അധികം പ്ലാസ്റ്റിക് സർജറികൾ നടക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ ലഭിച്ചു കാണും. ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ തന്നെയും തങ്ങൾക്ക് മതിയായ സൗന്ദര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടി പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ട് തങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ തന്നെ മിനുക്കിയെടുക്കുക, വേണ്ട നിലയിലേക്ക് സൗന്ദര്യമുള്ളതാക്കി എടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഫുട്പാത്തുകളിലൊക്കെ തന്നെയും സൗത്ത് കൊറിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ നേരെ വിപരീതമായിട്ട് ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഫേസ് മാസ്കുകളും ഒക്കെ ഈ ഫുഡ് പാത്തുകളിൽ പോലും വെച്ച് വിൽക്കുന്നതായിട്ടാണ്. അത്രത്തോളം അവർ ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതില്ല എങ്കിൽ വലിയ തോതിൽ തന്നെ വിവേചനത്തിന് വിധേയമാക്കപ്പെടുമെന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇന്ത്യക്കാരോട് സൗത്ത് കൊറിയക്കാർ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ കാണിക്കാൻ തൊലിനിറം മാത്രമാണ് ഒരു വിഷയം, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ മറ്റു ചില കാരണങ്ങൾ കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ജോലികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം സൗത്ത് കൊറിയയിലെ ലിറ്ററസി എന്ന് പറയുന്നത് ഏറെക്കുറെ 98.8% ആണ്. ഭൂരിഭാഗം ആളുകളും കൃത്യമായിട്ട് അവിടെ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരുപാടധികം ആളുകൾ ഉണ്ട് എങ്കിൽ കൂടെയും ഇന്നും 20% അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ജോലിയില്ലാത്ത ആളുകളുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വലിയ നിലയ്ക്ക് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് പിന്നെ എങ്ങനെയാണ് ചെറിയ ജോലികൾക്ക് പോകുക എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതിൽ തന്നെ ഈ ബ്ലൂ കോളർ ജോബുകൾ, പ്രത്യേകിച്ച് ഫാക്ടറിയിലെ ജോലികൾ, ചില ചരക്ക് നീക്കം, അതുപോലെ തന്നെ ചില കൃഷി ജോലികൾ, ഇത്തരത്തിലുള്ള ജോലികളൊക്കെ തന്നെ ചെയ്യാൻ അവർ പുറം രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേപ്പാൾ, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെയാണ് സൗത്ത് കൊറിയക്കകത്ത് പോലും ഇത്തരത്തിലുള്ള പല ജോലികളും ഇന്ന് അവർക്ക് വേണ്ടി ചെയ്തു നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ ഈ ആളുകളൊക്കെ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. ചെറിയ ജോലികളാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അത്ര വൃത്തിയില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ എപ്പോഴും റൂളുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന, വഴക്കുണ്ടാക്കുന്ന ആളുകളാണ് ഇവർ എന്നൊരു ചിന്ത പഴയ കാലം മുതൽക്കേ തന്നെ ഇവരുടെ മനസ്സിൽ ഉടലെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അനന്തര ഫലമായി
കാരണമായിട്ട് തന്നെയാണ് ഇന്ത്യക്കാരോടുള്ള സൗത്ത് കൊറിയക്കാരിൽ ചിലരുടെ മനോഭാവം മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇനി സൗത്ത് കൊറിയയിൽ മാത്രമല്ല ഇവർ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ത്യക്കാരോടുള്ള അവരുടെ പെരുമാറ്റങ്ങളുള്ളത്. ഇന്ത്യക്കകത്ത് പോലും ഇത്തരം ചില സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ അടുത്ത കാലത്തായിട്ട് അവിടെ കിയ ഫാക്ടറിയുടെ അടുത്തായിട്ട്, കൊറിയക്കാരുടെ കിയ എന്ന് പറയുന്ന ഫാക്ടറിയുടെ അടുത്തായിട്ട് കൊറിയക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു റെസ്റ്റോറൻറ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊജാവെ എന്നെന്തുവാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെയും പ്രധാനമായിട്ടുള്ള റൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്നതായിരുന്നു. അതിൽ തന്നെ സൗത്ത് കൊറിയക്കാർക്ക് വിളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പറും ഓൺലി ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കോൺടാക്ട് നമ്പറൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ തോതിൽ വിവാദങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു പല രാജ്യക്കാർക്കും ഇതുപോലുള്ള ഇത്തരത്തിലുള്ള ക്രിമികടികൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ കണ്ടുകൂടായിക, തൊട്ടുകൂടായിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഒരു ബാംഗ്ലൂരിലെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലും ഇതേ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല, ജപ്പാൻകാർക്ക് വേണ്ടി മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റ് എന്നുള്ള നിലയിലൊക്കെ അവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വിധേയമായി ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അവർക്ക് എടുത്തു കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ സൗത്ത് കൊറിയക്കാരിലോ ജപ്പാൻകാരിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. പല രാജ്യങ്ങളിലും ഇന്നും ഇത്തരത്തിലുള്ള പല തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും നമ്മൾ നോക്കുമ്പോൾ കുറച്ചധികം വയസ്സായ ആളുകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കമ്പാരിറ്റീവ്ലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. എന്തിനപ്പോൾ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്? എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിനകത്തും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വേഷത്തിൻ്റെയും ഒക്കെ പേരിൽ വ്യത്യസ്ത തരത്തിലുള്ള വിവേചനങ്ങൾ ഇന്നും ഇന്ത്യയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷനൊക്കെ ആയതോട് കൂടിയിട്ട് അത്തരത്തിലുള്ള വിവേചനങ്ങൾ വരെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് പോലും പല ആളുകളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലൊരു മോഡേൺ സമൂഹമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പൊക്കി പറഞ്ഞുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പലരും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വലിയ തോതിൽ നമുക്കൊക്കെ തന്നെ സങ്കടമുള്ള കാര്യമാണത്. എല്ലാവരും മനുഷ്യരാണ് എന്ന ചിന്ത എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. പക്ഷേ എന്നിട്ട് കൂടെയും ഇത്തരത്തിൽ ഉള്ളിൽ കയറി പല കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് അത് വേറെ ഇത് വേറെ എന്നൊക്കെ തരംതിരിച്ചുകൊണ്ട് പലതരത്തിലും നേട്ടം ഉണ്ടാക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട കാലമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്തൊക്കെ തന്നെയായാലും നമ്മൾ ആദ്യം മാറി തുടങ്ങുക. എല്ലാവരുടെയും ഉള്ളിലൂടെ ഒഴുകുന്നത് ചുവന്ന ചോരയാണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്ന ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ടാവുക. ഭാവിയിൽ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളൂ. എന്തൊക്കെ തന്നെയായാലും ഭാവിയിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകൾ, വേർതിരിവുകൾ, റേസിസം ഒന്നും ഇല്ലാത്തൊരു ലോകം പുലരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ സൗത്ത് കൊറിയയിലെ പോലെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ സൗത്ത് കൊറിയയിൽ ഇന്ത്യക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ വലിയ തോതിൽ തന്നെ സംസാര വിഷയമാകുന്നുണ്ട്. അതിനാലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന കാര്യം നമുക്ക് പ്രത്യാശിക്കാം, ആശംസിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.